കലാകാരന്മാർക്ക് മരണമില്ല എന്ന് കേട്ടിട്ടുണ്ടാവും. തങ്ങൾ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ, ആസ്വാദകരുടെ മനസ്സിലൂടെ, പഠിപ്പിച്ച ശിഷ്യന്മാരിലൂടെ അവർ കാലാകാലങ്ങളോളം ജീവിക്കും. ശരിയല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് അതിന് വലിയൊരു ഉദാഹരണമാണ് ശ്രീ കലാമണ്ഡലം ഗോപാലകൃഷ്ണാശാൻ. 80-90 കാലഘട്ടങ്ങളിൽ കഥകളി കണ്ടിട്ടുള്ളവർക്ക്, കഥകളി പ്രേമികൾക്ക്, ആസ്വാദകർക്ക് ഗോപാലകൃഷ്ണാശാനെ കുറിച്ച് ഒരു വിവരണത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗോപാലകൃഷ്ണാശാന്റെ കത്തി വെള്ളത്താടി വേഷങ്ങൾ ഒരിക്കൽ കണ്ടവർ പിന്നെ മറക്കില്ല എന്നുള്ളത് ഞാൻ എന്റെ ആശാനിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അതേ ഒരു ആർജവം കളരിയിലും കൂടെ പകർന്നു കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതിന്റെ ഉദാഹരണമാണ് കേരളത്തിൽ ഇന്നുള്ള എണ്ണം പറഞ്ഞ അദ്ദേഹത്തിന്റെ ശിഷ്യരായിട്ടുള്ള വേഷക്കാർ. അപ്പോൾ ഈ ശിഷ്യരെല്ലാവരും കൂടെ ചേർന്ന് വാഴയങ്കട കുഞ്ചനായർ സ്മാരക ട്രസ്റ്റുമായി സംയുക്തമായിട്ട് ഗോപാലകൃഷ്ണാശാന്റെ അനുസ്മരണം അദ്ദേഹത്തിന്റെ ചരമദിനത്തിൽ, അതായത് ഫെബ്രുവരി 27 നടത്തി വരുന്നു. ഇതിന്റെ വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം എന്ന് പറയുന്നത് കഥകളിയിലെ തന്നെ 6 മേഖലകളായ വേഷം, പാട്ട്, ചെണ്ട, മദ്ദളം, ചുട്ടി, അണിയറ എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു കലാകാരന് നൽകുന്ന ചൊല്ലിയാട്ടം എന്ന പേരിലുള്ള അവാർഡാണ്. ഈ വർഷത്തെ ചൊല്ലിയാട്ടം അവാർഡിന് 2026 ചൊല്ലിയാട്ടം അവാർഡിന് അർഹനായിരിക്കുന്നത് ചെണ്ടവാദന രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയായ ശ്രീ സദനം രാമകൃഷ്ണാശാനാണ്. ഫെബ്രുവരി 27 വൈകിട്ട് 5 മണിക്ക് കാറൽമണ്ണ വാഴയങ്കട കുഞ്ചനായർ സ്മാരക ട്രസ്റ്റിൽ വെച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ ഡോക്ടർ ശ്രീ TS മാധവൻകുട്ടിയിൽ നിന്ന് സദനം രാമകൃഷ്ണാശാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം പ്രഗത്ഭരായ അനേകം കലാകാരന്മാർ ഒത്തുചേർന്ന രുക്മിണി സ്വയംവരം കഥകളിയും കൂടിയുണ്ട്. അപ്പോൾ 27 വൈകിട്ട് 5 മണിക്ക് നമുക്ക് കാറൽമണ്ണ കുഞ്ചനായർ സ്മാരക ട്രസ്റ്റിൽ വെച്ച് കാണാം. ബൈ.